പോലെയുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഷോർട്ട് ഫിലിം മേക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ LK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം ഇപ്പോൾ ഒരു സ്പേസ് കിട്ടാൻ പാടാണ്. മീൻസ് ഒത്തിരി യൂട്യൂബ് ഇപ്പോൾ ഓപ്പണായ കാരണം ഭയങ്കര പാടാണ് എല്ലാവർക്കും ഒന്ന് മീൻസ് ആ ഒരു പ്രോപ്പർ ഗുഡ് കണ്ടന്റ് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അവാർഡ് പിന്നെ വെലിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആസ് സച്ച് നമുക്കൊരു അത് കിട്ടും, ഒരു പേഴ്സണൽ ബൂസ്റ്റ് കിട്ടും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, വെരി നെസസറി. അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടില്ല അടുത്ത പടം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ അടുത്ത പടം ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും വലിയ അവാർഡ് മേടിക്കാനുള്ള ഒരു ആഗ്രഹം വരും. ഇതിൻ്റെ ആദ്യത്തെ തന്നെ ഇതിൻ്റെ പ്രൊമോഷനും ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കണ്ടപ്പോൾ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആവുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ അതിൽ ടോപ്പ് 25 എത്തുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതേപോലെ വളരെ പ്രൊഫഷണലായിട്ട് ആദ്യത്തെ ആണ് എന്ന് തോന്നിയില്ല. ആ ഒരു കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും പ്രൊമോഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ. പിന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഒരു എന്താ പറയുക ഒരു ടെലിവിഷൻ ഷോ ആ ഒരു അവാർഡ് ഫീൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഗംഭീര ഒരു സെറമണി. ഒരു എന്നെ നമ്മളിപ്പോൾ ഒരു പുതിയൊരാളിന് എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ഇവന്റ് ആൻഡ് നൈറ്റ് ആണ്. സോ താങ്ക് യു LK ഫോർ ദാറ്റ്. അങ്ങനെ ഒരു അവാർഡ് അങ്ങനെ അവസരം വന്നപ്പോൾ അയച്ചെന്നുള്ള അവാർഡിന് വേണ്ടി ചെയ്തെന്നല്ല, എഴുതി വെച്ച ഒരു ക്രിയേഷനെ വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തെന്നുള്ളൂ. ഞാൻ ഒരു 10-11 വർഷമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് എടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു, എഴുതാൻ വേണ്ടി മാറിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ആ സമയത്ത് നല്ലൊരു പ്രൊഡ്യൂസർ വന്നു, അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്തതാണ്. സന്തോഷം. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഷോർട്ട് ഫിലിംസ് അതിലൂടെ ഫിലിംസിലേക്കൊക്കെ എത്താൻ സാധിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു.